ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. അതെല്ലാം നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ആക്കിയിട്ട് നമുക്കൊരു 10-20 മിനിറ്റോളം അടിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇതുപോലെ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ക്രഷ് ആക്കി എടുക്കാം. ഒന്നുകിൽ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് 12 അല്ലി വെളുത്തുള്ളി അത്യാവശ്യം കൂടുതൽ തന്നെ എടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാപ്സിക്കം, 2 പച്ചമുളകാണ് എടുത്തത്. അപ്പം ഇതിൽ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളിയും പിന്നെ സവാളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ക്യാരറ്റ് വലിയ ഒന്നാണ് ഞാൻ എടുത്തത്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിംഗ് എല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 3/4 ഭാഗത്തോളം ക്രഷ് ആക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ആക്കി എടുക്കുക. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ക്രഷ് ആക്കരുത്. അങ്ങനെയാകുമ്പോൾ ക്യാപ്സിക്കം നല്ലതുപോലെ അരിഞ്ഞിട്ട് വെള്ളം കയറിയതുപോലെ ആയി പോകും. അതുകൊണ്ട് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ക്യാപ്സിക്കവും ക്യാരറ്റും എല്ലാം ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സവാളയിലേക്ക് തന്നെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചാണ് വഴറ്റിയെടുക്കുന്നത്. ഈ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് എടുത്ത വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരുപാട് വഴറ്റി അത് വെന്ത് ഉടഞ്ഞ് പോകുകയൊന്നും ചെയ്യരുത്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും, അതൊന്ന് വറ്റണം. അതാണ് ഇതിൻ്റെ ആ ഒരു കണക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 350 ഗ്രാം ബോൺലെസ് ചിക്കൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മല്ലിയില കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മുടെ മാവെല്ലാം നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിൽ നിന്ന് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിതൊരു 3 ബോൾസ് ആക്കി മാറ്റാം. മതി. ഞാൻ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 3 ബോൾസാണ് ആക്കി മാറ്റുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് കട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോന്നും എടുത്തിട്ട് ഫില്ലിങ് ഇതുപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഷേപ്പിലാക്കുക. പിന്നെ ഞാൻ ഈ ഷേപ്പ് ആക്കുന്നത് ശരിക്കും ഇതിൽ കിട്ടിയിട്ടില്ല. എൻ്റെ കൈ കുറച്ച് മുകളിലായി പോയിന് ഇത് ആക്കുന്ന സമയത്ത്. അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. സോറി കേട്ടോ. പിന്നെ പിന്നീട് ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കാണിച്ചിട്ട്. അപ്പം ഇതിപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ എടുത്തില്ലേ, അപ്പം അത് ഇടാന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയത്. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ മൊമോസ് എല്ലാം ഇതുപോലെ സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്ക് മൊമോസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ മൊമോസ് എല്ലാം സ്റ്റീം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ സെർവിംഗ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നല്ലൊരു സോസും കൂട്ടിയിട്ട് കഴിക്കാം. സോസിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. കയ്യിലുള്ള ചില്ലി ഗാർലിക് സോസാണ് യൂസ് ചെയ്തത്. അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് വേറെ സോസ് ഉണ്ടാക്കാഞ്ഞത്.